ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടിമീഡിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൊഡ്യൂൾ 3-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ യൂട്യൂബിൽ ഇട്ടിരുന്ന ഈ വീഡിയോസിൻ്റെ ഒക്കെത്തിൻ്റെയും PPTയുടെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് പേര് വാട്സപ്പിലും അതുപോലെ ടെലഗ്രാമിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് റെഫറൻസ് വല്ലതും എടുക്കുകയാണെങ്കിൽ അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് എല്ലാ നോട്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോയ്ക്ക് ആവശ്യമുള്ള നോട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. അല്ലാതെ അത് ഫുൾ നോട്ടാണെന്നും പറഞ്ഞിട്ട് അതിലുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ എക്സാമിന് പണി കിട്ടും. കാരണം ഇപ്പോൾ 5th മൊഡ്യൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പകുതി കണ്ടൻറ്റേ ഇട്ടിട്ടുള്ളൂ. ആ ലൊക്കേഷൻ്റെ കേസും കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ആ PPTയിലില്ല. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം അത് റെഫറൻസിന് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് വരാം. മൾട്ടിമീഡിയ ഫ്രെയിംവർക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആൻഡ്രോയിഡിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് മൾട്ടിമീഡിയ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് സിനിമ കാണുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ഓഡിയോ കോൺഫറൻസ് കോൾ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ അപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് മൾട്ടിമീഡിയ ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിനായിട്ട് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് കുറേ സെറ്റ് ഓഫ് APIസും അതുപോലെ കുറച്ച് കമ്പോണൻസും ഉണ്ട്. ഈ APIസും കമ്പോണൻസും വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് അവരുടെ മൾട്ടിമീഡിയ കണ്ടൻറ്റ്, അതായത് ഓഡിയോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എന്താണെങ്കിലും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിനകത്ത് നമുക്ക് മീഡിയ പ്ലേബാക്ക്, അതുപോലെ സ്ട്രീമിങ്, റിയൽ ടൈം പ്രോസസ്സിങ്, അതിനൊക്കെ വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ലോജിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ വീഡിയോ പ്ലെയർ അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അന്നേരം ഈ വീഡിയോ എങ്ങനെ പ്ലേ ആവണം അങ്ങനെയുള്ള ലോജിക്കൊന്നും നമ്മൾ രണ്ടാമത് പ്രോഗ്രാം ചെയ്യേണ്ട. ഈ ഒരു മൾട്ടിമീഡിയ ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള വീഡിയോ പ്ലേബാക്ക് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആൻഡ്രോയിഡിൻ്റെ മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ, അത് ഒരു ലെയർഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്, കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. ഒരുപാട് കമ്പോണൻസ് ടുഗദറായിട്ട് വർക്ക് ചെയ്താണ് ഈ ഒരു ഫ്രെയിംവർക്ക് സീംലെസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൻ്റെ ആർക്കിടെക്ചർ. ഇതിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് മീഡിയയുടെ ഒരു ജാവ ക്ലാസ് ഉണ്ട്. ഈ ഒരു ജാവ ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ആപ്പിനകത്ത് മൾട്ടിമീഡിയയുടെ ആ ഒരു ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതായത് പ്ലേബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജാവ ക്ലാസ്സിലേക്ക് കുറച്ച് മെത്തേഡ്സൊക്കെ കോൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ മെത്തേഡ്സ് കോൾ ചെയ്യുന്ന ആ ഒരു നിമിഷം മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ജാവ ക്ലാസ് ആക്സസ് ചെയ്യുകയാണ്. മീഡിയയുടെ ഒരു ജാവ ക്ലാസ് വെച്ചിട്ട് പ്ലേബാക്കിന് ആക്സസ് ചെയ്തു. അപ്പോൾ അത് ആക്സസ് ചെയ്യുമ്പോൾ ജാവ ക്ലാസ്സിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, JNI വെച്ചിട്ട് നമ്മളുടെ നേറ്റീവായിട്ടുള്ള C ലൈബ്രറി കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തും. അപ്പോൾ JNI എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ജാവ നേറ്റീവ് ഇൻ്റർഫേസ് എന്നാണ്. അതായത് നമ്മളുടെ ഈ ഒരു മൾട്ടിമീഡിയ സപ്പോർട്ടൊക്കെ തരുന്നത് അതൊരു C ലൈബ്രറി ബേസ് ചെയ്തിട്ടുള്ളൊരു ലൈബ്രറിയിൽ നിന്നാണ് ആ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ C പ്രോഗ്രാം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ലൈബ്രറീസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നേറ്റീവ് ലൈബ്രറി എന്ന് വിളിക്കാം. അതായത് C സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിന് കൂടുതലായിട്ടും യൂസ് ചെയ്യാത്ത ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് മീഡിയ എൻകോഡിങ് ഡീകോഡിങ്ങിനൊക്കെ ആയിട്ട് Cയിലൊക്കെ ആയിട്ടായിരിക്കും ലൈബ്രറീസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഡയറക്റ്റ് ജാവയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് JNI യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജാവ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഏതെങ്കിലും മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ജാവ ക്ലാസ്സിൻ്റെ അകത്തുള്ള ആ മെത്തേഡ്
മീഡിയ ജെഎൻഐ വെച്ചിട്ട് നേറ്റീവ് ലൈബ്രറീസിലേക്ക് കോൾ ചെയ്യും. ഈ നേറ്റീവ് ലൈബ്രറീസിൽ നിന്ന് കോള് വരുന്നത് ഈ ഒരു സൈഡിലേക്കായിരിക്കും. അതായത് ഈ ഒരു ബോക്സ് ഉണ്ട്, ഇത് ആക്ച്വലി നേറ്റീവ് ലൈബ്രറി ആണ്. ഇതിനകത്ത് നമുക്ക് മീഡിയ പ്ലെയറിൻ്റെ ലൈബ്രറി അവൈലബിൾ ആണ്, മീഡിയ റെക്കോർഡറിൻ്റെ ലൈബ്രറീസ്, അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് ഇതിനകത്ത് സബായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോളിങ് വരുന്നത്. പിന്നെ മൾട്ടിമീഡിയ ഫ്രെയിം വർക്കിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു മീഡിയ സെർവർ ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അടുത്ത സ്ലൈഡിൽ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. മീഡിയ സെർവറിനകത്ത് നമുക്കൊരു PV പ്ലെയർ എന്നും പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, അതേപോലെ PV ഓതർ എന്നും പറഞ്ഞിട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഇതിൽ PV പ്ലെയറിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. PV ഓതറിനെ പറ്റിയിട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം അത് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ അകത്ത് ഒരുപാട് യൂസേജ് വരുന്നില്ല. ഇതിൽ ഈ മീഡിയ സെർവറും അതുപോലെ ഈ ഒരു ലൈബ്രറീനെ പറയുന്നത് ലിബ് മീഡിയ എന്നും പറഞ്ഞിട്ടാണ് മൊത്തത്തിൽ പറയുന്നത്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു സംഭവത്തിന്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ടു ആൻഡ് ഫ്രോ നടക്കുന്നുണ്ട്. ഈ ടു ആൻഡ് ഫ്രോ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് സെർവർ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. അതായത് നമ്മളിപ്പോൾ ബ്രൗസറിൽ എന്തെങ്കിലും google.com എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗൂഗിൾ അപ്പിയർ ആവുമല്ലോ, അതുപോലെ തന്നെ മീഡിയ സെർവറിൻ്റെ അകത്ത് ഈ ലൈബ്രറീസ് ഓരോ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ IPC പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത്. ഇത് വല്ല 15 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ മാത്രം ഇതിനെ പറ്റിയിട്ട് എഴുതിയാൽ മതി. അതല്ല എങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തേച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. മീഡിയ സെർവറും ഈ ലിബ് മീഡിയ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ മീഡിയ ലൈബ്രറീസും IPC പ്രോട്ടോക്കോൾ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്. ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ ഞാൻ മീഡിയ സെർവർ ചെയ്യുന്ന ആ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. മീഡിയ സെർവറാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയ സർവീസസും കാര്യങ്ങളും മൾട്ടിമീഡിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീഡിയ സെർവറും ലിബ് മീഡിയയും ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിലായിരിക്കും കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. അത് IPC പ്രോട്ടോക്കോള് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ സെക്കൻഡ് പോയിൻ്റായിട്ട് എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ PV പ്ലെയർ എന്താണ് ചെയ്യണേ എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. PV പ്ലെയർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു സിനിമ കാണുകയെന്ന് വിചാരിക്കുക. അപ്പോൾ PV പ്ലെയറിൻ്റെ അകത്തേക്ക് ഈ ഒരു മീഡിയ എത്തിക്കഴിയുമ്പോൾ PV പ്ലെയർ അതിനെ വീഡിയോ ഓഡിയോ ഡാറ്റ സ്ട്രീമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. അത് എന്തിനാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു വീഡിയോ ഓഡിയോ ഡാറ്റ ഡീകോഡ് ചെയ്യാനും, പിന്നെ അതുപോലെ നമ്മളുടെ ആ വീഡിയോൻ്റെ സൗണ്ടും വിഷ്വലും അത് കറക്റ്റായിട്ട് സിങ്ക് ചെയ്യാനും, പിന്നെ അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡാറ്റ സ്ലൈഡ് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമ്മൾ സിനിമ തുടങ്ങുന്ന നേരത്ത് അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വായിക്കത്തില്ലല്ലോ, നമ്മൾ നേരെ ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകത്തില്ലേ. അപ്പോൾ അങ്ങനത്തെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഡാറ്റേനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനത്തെ സെപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ PV പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റാണ്. അടുത്തതായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ ഫ്രെയിം വർക്കിൻ്റെ അകത്തുള്ള കുറച്ച് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് മീഡിയ കോഡെക് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. ഇതെന്താ ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഡാറ്റ എൻകോഡ് ചെയ്യാനുള്ളതും അതുപോലെ ഡീകോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോഡെക്കിലേക്ക് ഒരു ലോ ലെവൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ആക്ച്വലി പ്ലേ ബാക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ജസ്റ്റ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും മാത്രമേ ഈ ഒരു കമ്പോണൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് മീഡിയ കോഡക്കിനകത്ത് വരുന്ന കുറച്ച് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഓഡിയോ ഫയൽ ഫോർമാറ്റ് സ്റ്റോർ ചെയ്യാൻ അലോ ചെയ്യും. അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഓഡിയോ ഫയലിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻസോ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഓഡിയോൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം, അതേപോലെ
ഓഡിയോൻ്റെ ഫയൽ സൈസ് കംപ്രസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കണ്ടെയ്നർ ടെർമിനോളജി വെച്ചിട്ട് നമുക്കത് പോസിബിളാണ്. പിന്നെ വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫോർമാറ്റാണ്. ഇത് ഓഡിയോ ഫോർമാറ്റിൻ്റെ ടേംസിൽ പറയണമെന്നേ ഉള്ളൂ, പക്ഷേ വീഡിയോൻ്റെ കേസിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, അതായത് നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ അകത്ത് എന്ത് ടൈപ്പ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ കോഡക്കിലോ ഉള്ള ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ഫയൽസിൻ്റെ ഫോർമാറ്റൊന്നും നമ്മളുടെ ഡിവൈസ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്തെന്ന് വിചാരിക്കുക. ചില സിനിമകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ഓഡിയോ കേൾക്കാൻ പറ്റത്തില്ല. അതല്ല എങ്കിൽ ഓഡിയോ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, വീഡിയോ കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതായത് അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റ് ആക്ച്വലി നമ്മളുടെ ഡിവൈസ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് കാര്യം ആൻഡ്രോയിഡ് എല്ലാ ഫോർമാറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമ്മളുടെ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു അപ്രോച്ച്. അവസാനമായിട്ട് വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. ഈ ഒരു പ്രോട്ടോക്കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുമല്ലോ, അതായത് സ്പോട്ടിഫൈ ത്രൂ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ ലൈവ് സ്ട്രീം കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിൽ ഈ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ ഫ്രെയിംവർക്കുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ HTTP, HTTPS, RTSP തുടങ്ങിയിട്ടുള്ള സ്ട്രീമിംഗ് പ്രോട്ടോക്കോൾസാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിൽ പൊതുവെ മൾട്ടിമീഡിയ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൽ അടുത്തതായിട്ട് വരുന്ന കമ്പോണൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മീഡിയ പ്ലെയർ ആണ്. മീഡിയ പ്ലെയർ എന്താണെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഡിയ പ്ലെയർ. മീഡിയ പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഓഡിയോ വീഡിയോ ഫോർമാറ്റിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡിൻ്റെ ടേംസിൽ മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൽ മീഡിയ പ്ലെയർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആൻഡ്രോയിഡിലുള്ള മീഡിയ പ്ലേ ബാക്ക് ഫങ്ഷനാലിറ്റിയുടെ ഒരു ഹയർ ലെവൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് അവരുടെ ആപ്പിൻ്റെ അകത്ത് ഓഡിയോ വീഡിയോ ഫയൽസ് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് പ്ലേ ബാക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിനകത്ത് വരുന്ന ഒരു കോർ കമ്പോണൻ്റ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വേറെ APIസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പല സോഴ്സിൽ നിന്നും വരുന്ന വീഡിയോ ഓഡിയോ ഫയൽസ് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ VLC മീഡിയ പ്ലെയർ വെച്ചിട്ട് ലോക്കൽ ഫയൽസ് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നെറ്റ്വർക്കിൽ നിന്ന് ലൈവ് സ്ട്രീംസിൻ്റെ URL ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മീഡിയ പ്ലെയറിൻ്റെ ആ ഒരു കമ്പോണൻറ്റ് ബേസ് ചെയ്തിട്ടാണ് പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത്. ഇനി നമുക്ക് മീഡിയ പ്ലെയറിനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് പ്ലേ ബാക്ക് കൺട്രോളാണ്. പ്ലേ ബാക്ക് കൺട്രോളും ഈ പറഞ്ഞ പോലെ മീഡിയ പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ അത് പോസ് ചെയ്യും, അതല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും, അതുമല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ റീവൈൻഡ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പ്ലേ ബാക്ക് കൺട്രോളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പോസ് ചെയ്യണമെങ്കിൽ പോസ് എന്നും പറഞ്ഞിട്ടൊരു മെത്തേഡ് അവൈലബിൾ ആണ്. അതേപോലെ സിനിമ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് എന്നും പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റീവൈൻഡ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് സീക്ക് ടു എന്ന് പറയുന്ന ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മെത്തേഡ്സ് പ്ലേ ബാക്ക് കൺട്രോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലേ ബാക്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഡെവലപ്പേഴ്സിനെ ഇൻഫോം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മളുടെ പ്ലേ ബാക്കിന് എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്ലേ ബാക്ക് ചെയ്യുന്ന വീഡിയോ ഓഡിയോ ഫയൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് അനുസരിച്ചിട്ട് ആപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഡെവലപ്പേഴ്സിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൺ പ്രിപ്പയർഡ് എന്നും പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്, ഓൺ കംപ്ലീഷൻ എന്നും പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്.
അതുപോലെ തന്നെ ഓൺ എറർ എന്നും പറഞ്ഞിട്ട് അങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ അകത്ത് ആപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള ലോജിക്ക് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യും. അവസാനമായിട്ട് മീഡിയ പ്ലെയറിൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫോക്കസ് ആണ്. ഇത് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ ഫോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരാൾ വാട്സപ്പിൽ ഓഡിയോ മെസ്സേജ് അയച്ചു. നിങ്ങൾ ഓഡിയോ മെസ്സേജ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിഫൈയുടെ ആ ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആളുടെ വോയിസും കേൾക്കാൻ പറ്റും. അതല്ല ചില ഫോൺസിലെന്ന് പറഞ്ഞാൽ സ്പോട്ടിഫൈയുടെ ആ മ്യൂസിക് പ്ലേ ബാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ ആ ഒരു ഓഡിയോ പ്ലേ ബാക്ക് ആയിരിക്കും വരിക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാരണമാണ് ആ ഒരു ഫങ്ഷണാലിറ്റി കാര്യങ്ങളൊക്കെ ഓരോ ആപ്പ് അനുസരിച്ചിട്ട് വർക്ക് ആവുന്നത്. അതായത് ഡെവലപ്പേഴ്സിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അതായത് ഓൾറെഡി പ്ലേ ബാക്ക് ചെയ്യുന്ന ഓഡിയോയുടെ കൂട്ടത്തിൽ നമ്മളുടെ ആപ്പിനകത്ത് വരുന്ന ഓഡിയോ ഇൻക്ലൂഡ് ചെയ്ത് യൂസറിനെ കേൾപ്പിക്കണമെങ്കിൽ അങ്ങനെ കോൺഫിഗർ ചെയ്യാം. അതല്ല ബാക്കിയുള്ള ഓഡിയോ കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ മാത്രം കേൾപ്പിക്കണമെങ്കിൽ അങ്ങനെയും കോൺഫിഗർ ചെയ്യാം. അതാണ് ഓഡിയോ ഫോക്കസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൽ അടുത്തതായിട്ട് വരുന്ന കമ്പോണൻറ്റ് മീഡിയ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മീഡിയ റെക്കോർഡിംഗ് ഫങ്ഷണാലിറ്റീസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനായിട്ടാണ് മീഡിയ റെക്കോർഡർ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ്രോയിഡിൻ്റെ ടേംസിൽ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആ ഒരു മീഡിയ റെക്കോർഡിംഗ് ഫങ്ഷണാലിറ്റിയുടെ ഒരു ഹൈ ലെവൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയ റെക്കോർഡർ പ്രൈമറി ആയിട്ട് മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് നമ്മളുടെ ഡിവൈസിൻ്റെ മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഓഡിയോ വീഡിയോ ഡാറ്റ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അവിടെ ആക്ച്വലി മീഡിയ റെക്കോർഡറിൻ്റെ ആ ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പേഴ്സ് നമ്മളുടെ ആ ഒരു ഓഡിയോ ക്യാപ്ചർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ഒരേ സമയം ക്യാമറ അതുപോലെ മൈക്രോഫോണിൻ്റെ ഡാറ്റ ക്യാപ്ചർ ചെയ്തിട്ടാണ് ആ വീഡിയോ കോള് എൻകോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മീഡിയ റെക്കോർഡറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യം വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് കൺട്രോളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഓഡിയോ റെക്കോർഡർ എടുത്തിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പോസ് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് റെക്കോർഡിംഗ് കൺട്രോളർ ഫീച്ചറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയ മെത്തേഡ്സിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, റീസെറ്റ്, അങ്ങനെ വരുന്ന 3 മെത്തേഡ്സ് അതിനകത്തുണ്ട്. അടുത്തതായിട്ട് വരുന്നത് റെക്കോർഡിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് യൂസറിനെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണ നേരത്തെ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ അന്നേരം അത് യൂസറിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലോജിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓരോ മെത്തേഡ്സിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എറർ വരുമ്പോൾ നമുക്ക് ഓൺ എറർ എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് യൂസറിനെ നോട്ടിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ടോസ്റ്റ് മെസ്സേജിൻ്റെ ലോജിക്കോ അതല്ല എങ്കിൽ ഒരു പോപ്പപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു മെത്തേഡിനകത്ത് പറഞ്ഞു കൊടുത്താൽ മതി. മീഡിയ റെക്കോർഡറിൻ്റെ അവസാനത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓഡിയോ വീഡിയോ സോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഫീച്ചറാണ്. അതായത് നമുക്ക് 2 മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് സെറ്റ് ഓഡിയോ സോഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതുപോലെ സെറ്റ് വീഡിയോ സോഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഓഡിയോ സോഴ്സ് ഏതാണ് നമ്മളുടെ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യണേ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് വ്യൂ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ഇത് നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് വീഡിയോ കണ്ടൻറ്റ് പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മൊഡ്യൂൾ 2വിനകത്ത് ടെക്സ്റ്റ് വ്യൂ പഠിച്ചിട്ടില്ലേ? ടെക്സ്റ്റ് വ്യൂ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു UI എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ റെൻഡർ ചെയ്ത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യൂ ആണ് സർഫസ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാധാ മീഡിയ പ്ലെയറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സർഫസ് വ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യൂ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക്സ് റെൻഡർ ചെയ്യാനും അതുപോലെ നമുക്ക് വീഡിയോ ഫ്രെയിംസ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉള്ള യൂസ് കേസ് വരുമ്പോൾ നമ്മൾ സാധാ മീഡിയ പ്ലെയറിന് പകരം സർഫസ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത് കുറച്ചുകൂടി റെൻഡറിങ് അല്ലെങ്കിൽ ഗ്രാഫിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഗെയിമിനകത്ത് ജസ്റ്റ് ഒരു
കട്ട് സീൻ വരുമ്പോൾ അതൊക്കെ ആക്ച്വലി പ്ലേ ബാക്ക് ചെയ്യുന്നത് ഈ ഒരു സർഫസ് വ്യൂ വെച്ചിട്ടാണ്. സർഫസ് വ്യൂ നമ്മളുടെ ടെക്സ്റ്റ് വ്യൂവിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വ്യൂ ക്ലാസിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് സർഫസ് വ്യൂവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 2 ഫീച്ചേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് സർഫേസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഇലുസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫീച്ചർ സർഫസ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൻഡ്രോയിഡിൽ ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ വരയും സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെൻഡർ ചെയ്യുന്നത് ഈ സർഫസ് വ്യൂ വെച്ചിട്ടാണ്. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് റെൻഡറിങ് ആണ്. ഇത് യൂസേജ് വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലാണ്. അതായത് നമ്മളിപ്പോൾ ഇമേജ് എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക കേസുകളിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഹയർ ക്വാളിറ്റിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് മീഡിയ പ്ലെയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം ഓരോന്ന് എടുത്ത് കാണുകയും വേണം. അതിൻ്റെ അകത്ത് ഇൻറ്റൻസീവായിട്ടുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റെൻഡറിങ് ആവശ്യമായിട്ട് വരും. അന്നേരം ഈ ഒരു ഫീച്ചറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ഓഡിയോ മാനേജർ എന്ന് പറയുന്നൊരു കമ്പോണൻ്റാണ്. ഇത് നമ്മളുടെ ഓവറോൾ ഓഡിയോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്. മെയിനായിട്ടും ഓഡിയോ മാനേജർ മാനേജ് ചെയ്യുന്ന സെറ്റിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വോളിയം ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വോളിയം ഇൻക്രീസ് ആവുന്നതും ഡിക്രീസ് ആവുന്നതും, അതുപോലെ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ഏതെങ്കിലും ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ പ്ലഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ സൗണ്ട് കേൾക്കുന്നതും ആ ഒരു ഡിവൈസിൻ്റെ റൗട്ടിങ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഓഡിയോ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓഡിയോ മാനേജറിൻ്റെ കുറച്ച് ഫങ്ഷണാലിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഓഡിയോയുടെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഓഡിയോ റൗട്ടിങ് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ഡിവൈസിലാണ് കേൾക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിയോ ഫോക്കസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ മൊബൈലിൽ ഇപ്പോൾ 2-3 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 2-3 ആപ്സിൽ നിന്ന് ഒരേ സമയം വോയിസ് വരുവാണെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഓഡിയോ മാനേജറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ നമ്മളുടെ ഫോണിൽ സംഭവിക്കുന്ന ഓഡിയോ ആക്ടിവിറ്റീസിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് മോണിറ്റർ ചെയ്യാനും ഓഡിയോ മാനേജറിനെ കൊണ്ട് പറ്റും. മൾട്ടിമീഡിയ ഫ്രെയിംവർക്കിൽ അവസാനമായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് റീഡറാണ്. ഇമേജ് റീഡർ നമ്മളുടെ ഡിവൈസിലെ ക്യാമറ അല്ലെങ്കിൽ ഇമേജ് സെൻസറിൽ നിന്ന് റോ ആയിട്ടുള്ള ഇമേജ് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇമേജ് റീഡർ ഇപ്പോൾ ക്യാമറ ടു API എന്ന് പറയുന്ന ഒരു APIയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇമേജ് റീഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങൾ നമ്മളുടെ ആപ്പിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇമേജ് റീഡറിൻ്റെ കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മളുടെ ബേസിക് ക്യാമറ ആപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഫോട്ടോ എടുക്കുക, ക്യാപ്ചർ ചെയ്ത ഫോട്ടോ പ്രോസസ്സ് ചെയ്യുക, പിന്നെ അതെങ്ങനെ ആയിരിക്കണം ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ഇമേജ് റീഡർ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് ത്രൂ ആണ്. അപ്പോൾ ഇത്രയാണ് ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്.